students, good morning. Welcome back. കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ ഫണ്ടമെൻ്റൽസ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇലക്ട്രിക് കറണ്ട് എന്താണ്, അതിൻ്റെ യൂണിറ്റ് എന്താണ്, ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ടിൻ്റെ ഇക്വേഷൻ, ആവറേജ് കറണ്ട് അല്ലെങ്കിൽ സ്റ്റഡി കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് സാമ്പിൾ പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. And afterwards we will switch over to Ohm's law. Okay, let's go to the first question. നോക്കൂ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. 10⁻20 electrons pass from point A towards the point B in 0.1 second. What is the current in ampere and its direction കാണാൻ വേണ്ടിയിട്ടാണ് ചോദ്യം. അപ്പോൾ നമുക്ക് തന്ന കാര്യങ്ങൾ നോക്കൂ. n ആണ് ക്വസ്റ്റ്യനിൽ തന്നൊരു കാര്യം. 10⁻20 ആണ് n. അതുകൊണ്ട് തന്നെ ചാർജ് എത്രയായിരിക്കും? Q = NE എന്നല്ലേ. അപ്പോൾ 10⁻20 E ആയിരിക്കും ചാർജ്. അതിൻ്റെ ടൈം എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? എത്ര ടൈമിലാണ്? 0.1 സെക്കൻഡിലാണ്. ആൻഡ് യു ആർ സപ്പോസ് ടു ഫൈൻഡ് ദ ഇലക്ട്രിക് കറണ്ട്. ഞാൻ മുമ്പൊക്കെ സൂചിപ്പിച്ച പോലെ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ട് ഞാൻ ചെയ്യുന്ന സൊല്യൂഷൻ നോക്കി അങ്ങനെ ഇരിക്കരുത്. പകരം നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടതിന് ശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യണം, ആൻസർ ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ സൊല്യൂഷൻ നോക്കാവൂ. നൗ യു ക്യാൻ സേ I = Q/T. അപ്പോൾ Q എത്രയാണ്? 10⁻20 ഇൻറ്റു E എന്ന് പറഞ്ഞാൽ 1.6 × 10⁻−19. ഓക്കെ, Q = NE divided by 0.1 second. ക്ലിയർ ആണല്ലോ? യെസ്. അത് കാൽക്കുലേഷനൊക്കെ വളരെ എളുപ്പമുള്ള രൂപത്തിലാണ് അവിടെ തന്നിട്ടുള്ളത്. 10⁻19 10⁻20 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരണ്ടാവുക? 10⁻1. 10⁻1 ഇൻറ്റു 1.6 എത്ര? 16 അല്ലേ? 16 ഇൻറ്റു ഇതെത്രയാണ്? 10⁻−1 അല്ലേ? 0.1 എന്ന് പറഞ്ഞാൽ 10⁻−1. അയാൾ മുകളിലേക്ക് എത്തുമ്പോൾ 10⁻1 ആയി. Therefore the answer is 160 ampere is the right answer. 160 ampere. Simple question. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. In Bohr model of hydrogen atom, the electron revolves around the nucleus in circular path of radius. ഓക്കെ, അറ്റ് ഫ്രീക്വൻസി. യെസ്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അത്രയും റവല്യൂഷൻസ് പെർ സെക്കൻഡ്. നമ്മൾ RPS എന്നൊക്കെ ചുരുക്കി പറയുന്ന റവല്യൂഷൻസ് പെർ സെക്കൻഡ് അല്ലെ റൗണ്ട്സ് പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ എത്ര റൗണ്ട് ഉണ്ട് എന്നുള്ള തന്നെയാണ്. എന്ന് വെച്ചാൽ ഹേർട്സ് തന്നെയാണ് ഈ പറഞ്ഞത് എന്നർത്ഥം. SI യൂണിറ്റ് ആണ്, കുഴപ്പമില്ല. കാൽക്കുലേറ്റ് ദ ഇക്വലൻ്റ് കറണ്ട്. യെസ്, അപ്പോൾ ഇവിടെ നമുക്ക് വേറെ കാര്യമായിട്ടൊന്നും ചെയ്യില്ല. ഇലക്ട്രോൺ ആണ് റിവോൾവ് ചെയ്യുന്നത്. റേഡിയസിന് റോളില്ല. കാരണം I = Q/T ആണ്. റെഡി? റവല്യൂഷൻ ടൈം പീരീഡ് ആണ്. ഓർ 1/T എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്, ന്യൂ. അപ്പോൾ ഇനി ഇവിടെ വേറെ നോക്കാമല്ലോ. 1.6 ഇൻറ്റു 10⁻−19 ഇൻറ്റു ന്യൂ നേരിട്ട് തന്നെ തന്നിട്ടുണ്ട് 6.8 ഇൻറ്റു 10⁻15. മനസ്സിലായല്ലോ? ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് 1.6 ഇൻറ്റു 6.8 അല്ല. ഓക്കെ, യു വിൽ ഗെറ്റ് 1.088 ഇൻറ്റു 10⁻−3 ആംപിയർ. മനസ്സിലായല്ലോ? യെസ്. I = Q nu, സർക്കുലേറ്റിംഗ് ഇലക്ട്രോൺ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The current flowing through a wire depends on time as. ഓക്കെ, കറണ്ടിൻ്റെ ഫംഗ്ഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് I = 3t² + 2t + 5. What is the charge flowing through the cross section of the wire in time t = 0 to t = 2 second? ചാർജ് Q കണ്ടെത്താനാണ് ചോദ്യം. Q. അപ്പോൾ നോക്കൂ, ഇവിടെ കറണ്ട് I = Q/T ആണ്.
അതിൽ നിന്ന് നമുക്ക് Q ഇസ് ഈക്വൽ ടു IT എന്ന് എഴുതാം. പക്ഷേ അതിവിടെ നേരിട്ട് എഴുതാൻ പറ്റില്ല. കാരണം ഇതെപ്പോഴാണ് പറ്റുക ഈ ഇക്വേഷനും ഇത് സ്റ്റഡി കറൻറ്റ് ഫ്ലോ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ കറൻറ്റ് സ്റ്റഡി അല്ല എന്നുള്ളത് ഈ ഇക്വേഷൻ്റെ വ്യക്തമാണ്. 3t² + 2t + 5 എന്ന് പറഞ്ഞാൽ കറൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടൈം എന്നാണ്. T is equal to 0 ഇവിടുത്തെ കറണ്ട് എത്ര വരിക? 5 ആംപിയർ വരിക, ആംപിയർ ആണെങ്കിൽ. ഓക്കെ, T is equal to 1 ആകുമ്പോൾ നോക്കൂ, ഇവിടെ Tക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. T 2 ആകുമ്പോൾ അപ്പോൾ കറണ്ടിൻ്റെ വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടെ സ്യൂട്ടബിൾ അല്ല. അപ്പോൾ ഇത് നമുക്ക് ഏത് രൂപത്തിൽ നമ്മൾ എഴുതണം? ഇവിടെ നമുക്ക് Q is equal to integral I dt. ദാറ്റ് ഈസ് ഈക്വൽ ഇങ്ങോട്ട് ഇതിന് ലിമിറ്റ് കൊടുക്കുക, നമുക്ക് കൊടുക്കാം. ദാറ്റ് ഈസ് integral t is equal to 0 to t is equal to 2 second. പിന്നെ അതിൻ്റെ വാല്യൂ എത്ര? 3t² plus 2t plus 5 dt plus 5 dt. That is equal to 3 into t² ഇൻ്റഗ്രേറ്റ് ചെയ്യുക, t³ divided by 3 plus 2 into t²/2. മറന്നില്ലല്ലോ, ഇൻ്റഗ്രൽ x⁻n dx എന്താണ്? x⁻n+1 divided by n+1. ഓർമ്മ ഉണ്ടല്ലോ. അപ്പോൾ x എന്ന് പറഞ്ഞാൽ x⁻1, അപ്പോൾ x⁻1+1 divided by 1+1. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തുള്ളത്. പ്ലസ് 5t അല്ലേ? വെറും 5 എന്ന് പറഞ്ഞാൽ 5t⁻0 എന്നാണ്. 5t⁻0, അപ്പോൾ t⁻0+1 divided by 0+1. നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ ഈ കാൽക്കുലേഷനൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. തെർമോഡൈനാമിക്സിലും വർക്ക് എനർജി പവറിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ലിമിറ്റ് കൊടുക്കണം. ലിമിറ്റ് 0 to നോക്കൂ, 3 ക്യാൻസൽ ചെയ്തു, 2 ക്യാൻസൽ ചെയ്തു. ഓക്കെ, ബാക്കി വരെ ആരാളുള്ളത് നോക്കൂ? t³ ആദ്യം നമുക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കാം. അപ്പർ ലിമിറ്റ് ആരാ? t-യിലോടുത്ത് 2 കൊടുക്കുക. അപ്പോൾ 2³ - 0 പ്ലസ് 2² - 0 ലോവർ ലിമിറ്റ് ഉണ്ടാവും. tക്ക് 2 കൊടുത്ത് പ്ലസ് 5 into 2 - 0. റെഡി അല്ലേ? നോക്കൂ, ദിസ് ഈസ് ഈക്വൽ ടു 8 പ്ലസ് 4 ഇവിടെ പ്ലസ് 10. That is equal to 22 coulomb is the final answer. 22 coulomb. എല്ലാവർക്കും മനസ്സിലായല്ലോ? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇന്ന് ഈ ചാപ്റ്ററിൻ്റെ സെൻട്രൽ പില്ലറാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഓംസ് ലോ. ഓംസ് ലോൻ്റെ ഡിസ്കഷനിലേക്കാണ് പോകുന്നത്. ഓംസ് ലോ നിങ്ങൾ 10th പഠിച്ച ലോ ആണ്. നിങ്ങൾക്കറിയാം, ഒരു കണ്ടക്ടറിലൂടെ അല്ലേ, സ്റ്റേറ്റ്മെൻറ്റ് അടക്കട്ടെ, നമുക്കറിയാം ഏതെങ്കിലും ഒരു കണ്ടക്ടർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതാ, സപ്പോസ് ഇത് ഏതോ ഒരു കണ്ടക്ടർ, ഈ കണ്ടക്ടറിൻ്റെ പേര് ഞാൻ കൊടുക്കുന്നു AB. ഈ AB-ൻ്റെ അക്രോസിൽ നമ്മൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്ത്, വെറുതെ AB വെച്ചാൽ AB-യിൽ കറണ്ട് ഉണ്ടാവില്ല. കാരണം A-ൻ്റെയും B-ൻ്റെയും അക്രോസിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കറണ്ട് ചാർജ് ഫ്ലോ ചെയ്യുള്ളൂ, ആണല്ലോ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടുത്തെ ഡിഫറൻസ് നമ്മൾ കൂട്ടി കൊടുത്താൽ, ഇത് നമ്മൾ സാധാരണ വാട്ടർ ഫ്ലോ ചെയ്യുന്ന കണ്ടീഷൻ തന്നെ ലെവൽ ഡിഫറൻസ് ആണ് കൂട്ടി കൊടുത്താൽ, ചെറിയ ലെവൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ വെള്ളത്തിന് ചെറിയ ഒഴുക്കല്ലേ ഉണ്ടാവുള്ളൂ. വലിയ ലെവൽ ഡിഫറൻസ് ഉണ്ടായാലോ വെള്ളം നന്നായിട്ട് കുത്തി ഒഴുകും. അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടി കഴിഞ്ഞാലോ കറണ്ടും കൂടും. അത് നോക്കൂ, അതാണ് ഓംസ് ലോ പറയുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ. പിന്നെ അവിടെ ചില കണ്ടീഷൻസ് പറയാണ്. പ്രൊവൈഡഡ് ടെമ്പറേച്ചർ മറ്റു ഫിസിക്കൽ കണ്ടീഷൻസിലൊന്നും മാറ്റം വരുത്തരുത്. എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കണ്ടക്ടർ ഏത് ടെമ്പറേച്ചറിലാണോ ഉണ്ടായിരുന്നത് അതേ ടെമ്പറേച്ചർ തന്നെ എക്സ്പെരിമെൻറ്റ് അവസാനിക്കുന്നത് വരെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ടെമ്പറേച്ചറിൽ മാറ്റം വരരുത്, മറ്റു ഫിസിക്കൽ കണ്ടീഷനുകളിൽ ഒന്നും മാറ്റം വരരുത്. ടെമ്പറേച്ചർ, പ്രഷർ, ഹ്യൂമിഡിറ്റി ഇതിലൊന്നും ചേഞ്ച് വരരുത് എന്നാണ് ഉദ്ദേശിച്ചത്. അതാണ് ഫിസിക്കൽ കണ്ടീഷൻ. അപ്പോൾ the law states that the current flowing through a conductor is directly proportional to the potential difference applied across its ends, provided the temperature and other physical conditions remain unchanged. നിങ്ങൾ പണ്ട് പഠിച്ച സെയിം. പക്ഷേ ഇപ്പോൾ പൊട്ടൻഷ്യൽ എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്നുള്ളത് മുമ്പ് നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ ഈ വർഷം നിങ്ങൾ പഠിച്ചു. കാരണം നമ്മളൊരു ചാപ്റ്റർ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസും പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ V പ്രൊപ്പോർഷണൽ ടു I എന്ന പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി. V പ്രൊപ്പോർഷണൽ ടു I.
നോക്കി, ഇതൊരു പ്രൊപ്പോർഷണാലിറ്റി റിലേഷനാണ്, ഇതൊരു ഇക്വേഷൻ അല്ല എന്നർത്ഥം. ദിസ് ഈസ് നോട്ട് എൻ ഇക്വേഷൻ, ഇറ്റ്സ് എ പ്രൊപ്പോർഷണാലിറ്റി റിലേഷൻ. അപ്പോൾ നമുക്ക് ഇതിനെ ഇക്വേഷനാക്കി കൺവേർട്ട് ചെയ്യാം ബൈ ഇൻട്രൊഡ്യൂസിങ് എ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്കിതിന് എന്ത് എഴുതാം? വി ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു കറണ്ട്, ആൻഡ് ദാറ്റ് കോൺസ്റ്റൻറ്റ് നമ്മൾ ക്യാപിറ്റൽ ആർ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓർ ഫ്രം ദിസ് യു ക്യാൻ റൈറ്റ് ആർ ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ഐ. And this R is called resistance of the conductor. Resistance of the conductor എന്നാണ് നമ്മൾ ആറിനെ വിളിക്കുന്നത്. മനസ്സിലായല്ലോ? ആൻഡ് ദിസ് റെപ്രസെൻറ്റ്സ് ഓംസ് ലോ. ഇതാണ് നമ്മൾ ഓംസ് ലോൻ്റെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ എഴുതുന്നത്. ഇത് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എഴുതാം, വി ഈസ് ഈക്വൽ ഐ ആർ അല്ലെങ്കിൽ ആർ ഐ, ഓർ ആർ ഈസ് ഈക്വൽ വി ബൈ ഐ. അപ്പോൾ ഇതിൽ ക്യാപിറ്റൽ ആർ നിങ്ങൾ കണ്ടു, ക്യാപിറ്റൽ ആർ, ദിസ് ഈസ് റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഇലക്ട്രിക് കറണ്ട്. നോക്കുക, നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ, ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ പറയും. അപ്പോൾ പിന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂട്ടിക്കഴിഞ്ഞാൽ ആറിന് എന്താ സംഭവിക്കുക? കമോൺ, വി കൂട്ടിയാൽ ആറിന് എന്ത് സംഭവിക്കും? കൂടും അല്ലേ? ഐ കൂട്ടിക്കഴിഞ്ഞാൽ ആറിന് എന്താ സംഭവിക്കുക? കുറയും. അങ്ങനെയാണോ? ആറ് ഇവിടുത്തെ എന്താണ്? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ആർ ഈസ് ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. ഞാൻ നിങ്ങളോട് പലതവണ സംസാരിച്ചതാണ്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ആരെ ഡിപ്പെൻഡ് ചെയ്യൂല? ആര് തമ്മിലാണോ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് അവരെ ഡിപ്പെൻഡ് ചെയ്യൂല. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ നമ്മൾ എഴുതി കഴിഞ്ഞാൽ വി കൂട്ടിയാലും ഐ കൂട്ടിയാലും ആർക്കും മാറ്റം ഉണ്ടാവില്ല, ആറിന് മാറ്റം ഉണ്ടാവില്ല. പ്രൊപ്പോർഷണാലിറ്റി സിമിലർ ഇക്വേഷൻ ആണല്ലോ നമ്മൾ ഉണ്ടാക്കിയത്. സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി. കപ്പാസിറ്റൻസിന് കഴിഞ്ഞ ചാപ്റ്ററിൽ ഇതുപോലത്തെ ഒരു കേസ് നമ്മൾ സംസാരിച്ചാണ്, വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ. അപ്പോൾ വി ഇൻക്രീസ് ചെയ്താലോ ഐ ഇൻക്രീസ് ചെയ്താലോ ആറിന് മാറ്റം ഉണ്ടാവില്ല, കാരണം പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, പിന്നെ ആർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യാം? ലെറ്റ് സി. അപ്പോൾ ഫ്രം ബിഫോർ ദാറ്റ് നമുക്കിതിൻ്റെ യൂണിറ്റ് കണ്ടെത്താം. ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ. അപ്പോൾ വിൻ്റെ യൂണിറ്റ് എന്താ? വോൾട്ട് ഡിവൈഡഡ് ബൈ ആംപിയർ. ക്ലിയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു വി എ റൈസ് ടു -1. ഇതിനെ നമ്മൾ വിളിക്കുന്ന ഓമന പേരാണെന്ത്? ഓം. അതിൻ്റെ സിമ്പലാണ് ഈ ഒമേഗ. ഇത് ഗ്രീക്കിലെ ക്യാപിറ്റൽ ലെറ്റർ ഒമേഗ. ഇത് ഓമല്ല, ഇതാണ് അതിൻ്റെ സ്മോൾ ലെറ്റർ, ഗ്രീക്ക് ആൽഫബറ്റാ. ഇവിടെ നമ്മൾ ഓം, ജോർജ് സൈമൺ ഓമാണ് ഓംസ് ലോ ഉണ്ടാക്കിയത്. ഓംസ് ലോ ഫോർമുലേറ്റ് ചെയ്തത് ജോർജ് സൈമൺ ഓമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓം എന്നുള്ള പേരിട്ടത്. അപ്പോൾ അതുമായി ഏറ്റവും യോജിച്ച ഒരു സിമ്പിൾ എടുത്തിട്ട് നമ്മൾ തൽക്കാലം ഇവിടെ പിന്നെ ഓം എന്ന് വിളിച്ചതാണ്. ഓക്കെ, അവിടെങ്ങളിൽ ഇതിനെ ഒമേഗ എന്നല്ല വിളിക്കേണ്ടത്, ഓം എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. ഞാൻ പറഞ്ഞെന്ന് മാത്രം. ദാറ്റ് ഈസ് ഓം. അപ്പോൾ വോൾട്ട് പെർ ആംപിയർ, ആ വോൾട്ട് പെർ ആംപിയറിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓം എന്ന് വിളിക്കുന്നത്. റെസിസ്റ്റൻസ് സ്വാഭാവികമായിട്ടും കറൻറ്റും വോൾട്ടേജും സ്കേലാർ ക്വാണ്ടിറ്റീസ് ആണ്. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസും തന്നെയാണ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. Now the law states that the current flowing through a conductor is directly proportional to the potential difference applied across its ends, provided the temperature and other physical conditions remain unchanged. മനസ്സിലായല്ലോ? എന്താ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ? വി പ്രൊപ്പോർഷണൽ ഇത് പുതിയ എന്തെങ്കിലും സാധനമാണോ? അങ്ങനെയൊക്കെ പോകേണ്ട ആവശ്യമുണ്ടോ? ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഓംസ് ലോ സിമ്പിളാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ തള്ളരുത്. കാരണം ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ സെൻട്രൽ പില്ലറാണ്, അതിൻ്റെ സെൻട്രൽ കോറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി കംപ്ലീറ്റ് ഡിസ്കഷൻസ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റായിട്ട് തന്നെ പറയാൻ കഴിയണം. വളരെ ബേസിക് ആയിട്ടുള്ള സാധനമാണെങ്കിൽ കൂടി എക്സാമിന് കോമൺ ആയിട്ട് ചോദിക്കാറുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ വി പ്രൊപ്പോർഷണൽ ടു ഐ എന്നല്ലേ ഇപ്പോൾ നമ്മൾ പറഞ്ഞത്? വി പ്രൊപ്പോർഷണൽ ടു ഐ. അപ്പോൾ വിൻ്റെയും ഐൻ്റെയും ഗ്രാഫ് വരച്ചാൽ നമുക്ക് എന്താ കിട്ടുക? വിൻ്റെയും ഐൻ്റെയും ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. യെസ്, അപ്പോൾ നമുക്ക് വി അലോങ് എക്സ് ആക്സിസ്, ഐ അലോങ് വൈ ആക്സിസിൽ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രൂപത്തിൽ കിട്ടും. കാരണം വി പ്രൊപ്പോർഷണൽ ടു ഐ ആണ്. നിങ്ങൾക്ക് ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ. ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ വിത്ത് സ്ലോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് കണ്ടുനോക്കാം. സ്ലോപ്പ്, ഏത് ഗ്രാഫിൻ്റെയും സ്ലോപ്പ് കാണുന്ന രീതി നിങ്ങൾക്കറിയാം. സ്ലോപ്പ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി ഓൺ വൈ ആക്സിസ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ഓൺ എക്സ് ആക്സിസ് കൊടുത്തു കഴിഞ്ഞാൽ
ആ സ്ലോപ്പ് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ എന്താ കിട്ടുക? I/V എന്ന് കിട്ടുക. വൈ ആക്സിസിൽ I ആണ് കറണ്ട്, എക്സ് ആക്സിസിൽ വോൾട്ടേജ് ആണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം +1 ടോപ്പിക്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ദിസ് ഈസ് ഈക്വൽ ടു 1/R. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ കേസിൽ സ്ലോപ്പ് കണ്ടാൽ നിങ്ങൾക്ക് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആ കിട്ടുക. എന്നാൽ ചില ഗ്രാഫിൽ VI ഗ്രാഫിൽ തന്നെ I അലോങ് എക്സ് ആക്സിസും V അലോങ് വൈ ആക്സിസും ആണ് പ്ലോട്ട് ചെയ്തതെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് കിട്ടുക ഗ്രാഫ് സ്ട്രൈറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ് കിട്ടുക. അതിൻ്റെ സ്ലോപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് V/I റെസിസ്റ്റൻസ് കിട്ടും. അപ്പോൾ സ്ലോപ്പ് ഓഫ് VI ഗ്രാഫ് ഗീവ്സ് റെസിസ്റ്റൻസ് എന്ന് നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം എക്സ് ആക്സിസിൽ ഐയും വൈ ആക്സിസിൽ വിയും കൊടുക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ കിട്ടുക. പക്ഷെ നിങ്ങളോട് പ്രോബ്ലം ഒക്കെ ചോദിക്കുന്ന സന്ദർഭത്തിൽ, ഇപ്പോൾ പ്രോബ്ലം ചോദിക്കൽ എങ്ങനെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഗ്രാഫ് നമുക്ക് ഇതിലിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കണം. VI ഗ്രാഫിനെ മീൻസ് ഇവിടെ ഉള്ളത് ഐയും ഇവിടെ വിയും തന്നെയാണെന്ന് കരുതിക്കോളും. എന്നിട്ട് ഇതിൽ ഒരു ഗ്രാഫും കൂടാണ് വരച്ചു. 2 ഡിഫറെൻറ്റ് മെറ്റീരിയലാണ്. ഇത് മെറ്റീരിയൽ എ, ഇത് മെറ്റീരിയൽ ബി. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഏത് മെറ്റീരിയലിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ. അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം സ്ലോപ്പ് കറക്റ്റായിട്ട് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് നമുക്കറിയണം. ഇവിടെ നമുക്ക് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ്. മനസ്സിലായല്ലോ? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. സ്ലോപ്പ് കൂടിയാൾക്ക് റെസിസ്റ്റൻസ് കുറവായിരിക്കും, സ്ലോപ്പ് കൂടുതലുള്ള ആൾക്ക് റെസിസ്റ്റൻസ് കുറവായിരിക്കും. മനസ്സിലായോ? അപ്പോൾ നോക്കി ഇവിടെ സ്ലോപ്പ് കൂടുതലായിരിക്കാം. കാരണം സ്ലോപ്പിൻ്റെ കേസ് നിങ്ങൾക്കറിയാം അല്ലേ? എങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ലോപ്പ് എന്താ അല്ലേ? ഇങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് എന്താണ് അല്ലേ? ഇതാ ഇങ്ങോട്ട് പോകും, ഇതാ ഈ രൂപത്തിൽ ഇത് സ്ലോപ്പ് 0. മുകളിലേക്ക് ഇങ്ങനെ പോണതിന് ശേഷം സ്ലോപ്പ് ഇങ്ങനെ കൂടുക. അപ്പോൾ ബിക്കാണോ എക്കാണോ സ്ലോപ്പ് കൂടുതൽ? എക്ക് സ്ലോപ്പ് കൂടുതലാണ്. റെഡി? അപ്പോൾ എക്ക് സ്ലോപ്പ് കൂടുതലാണെങ്കിൽ എൻ്റെ റെസിസ്റ്റൻസ് കുറവാണ്. ക്ലിയർ? എന്നാൽ ഇതേ ആൻസർ ഇവിടെ ഐയും ഇവിടെ വിയും ആണ് തിരിഞ്ഞു വരും എന്നർത്ഥം. അപ്പോൾ നിങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് വേണം നിങ്ങൾ കൈകാര്യം ചെയ്യാൻ. അപ്പോൾ again R is equal to V/I. Resistance of a conductor is independent of both the voltage അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് ഇലക്ട്രിക് കറണ്ട്. പിന്നെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ജിയോമെട്രി. അതിൻ്റെ ജിയോമെട്രിക്കൽ കോൺഫിഗറേഷനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിൻ്റെ നീളം, വണ്ണം, ഇതാണല്ലോ ജിയോമെട്രി എന്ന് പറഞ്ഞത്, ജിയോമെട്രിക്കൽ ഡയമെൻഷൻ. എങ്ങനെയാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നോക്കൂ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ് ഏതൊക്കെ ഫാക്ടേഴ്സിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നിങ്ങൾ ആസ് ഇറ്റ് ഈസ് ബൈഹാർട്ടാക്കേണ്ടതില്ല. ഞാൻ സാധാരണ നമ്മൾ പറയുന്ന അതേ എക്സാമ്പിളൊക്കെ വെച്ചിട്ട് തന്നെ നിങ്ങൾക്കിത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നോക്കൂ, അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. ഒന്നാമത്തെ ഫാക്ടർ ആരാണ്? ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. കണ്ടക്ടറിൻ്റെ നീളം കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുന്നു. R പ്രൊപ്പോർഷണൽ ടു L എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താ? നോക്കൂ, ഇവിടെ ഒരു ഒരു ടാങ്ക് ഉണ്ട്, ഇവിടെ വേറെയും ടാങ്ക് ഉണ്ട്. നോക്കൂ, ഇതിൽ നിന്ന് നേരെ ഒരു പൈപ്പ് നമ്മളിതാ ഇങ്ങോട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ദിസ് സപ്പോസ്. ഓക്കെ, ഇനി നോക്കൂ, അതുപോലെയുള്ള പിന്നെ മറ്റൊരു പൈപ്പും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ പൈപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നോക്കൂ ഇങ്ങനെയാണ് വരുന്നത്. വണ്ണൊക്കെ സെയിം ആണ് കേട്ടോ. ഞാൻ വരച്ചയിലെ ഡിഫറൻസ് നിങ്ങൾ നോക്കണ്ട, വണ്ണൊക്കെ സെയിം ആണെന്ന് വിചാരിക്കുക. പക്ഷേ എന്തിലാണ് വ്യത്യാസമുള്ളത്? ലെങ്ത്തിലാണ് കാര്യമായിട്ട് വ്യത്യാസമുള്ളത്, ലെങ്ത്തിലാണ്. മനസ്സിലായോ? ഓക്കെ, ഇവിടെ നമ്മൾ ഇതിനൊരു വാൽവ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു വാൽവ് ഉണ്ട്. വാൽവ് ഓപ്പൺ ചെയ്തിട്ട് തുല്യ സമയത്ത് ഏതിലൂടെയാണ് കൂടുതൽ വെള്ളം, ഏത് പൈപ്പിലൂടെ ആയിരിക്കും ഇവിടെ കലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക? ഏത് പൈപ്പിലൂടെ? വാൽവാണ്ട് ഓപ്പൺ ചെയ്ത്, രണ്ടും ഒരുമിച്ചാണ് ഓപ്പൺ ചെയ്ത്. എന്നിട്ടൊരു 5 സെക്കൻഡ് രണ്ടിലും നോക്കി. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഇത് വേറെ ഈ ബക്കറ്റ് തന്നെ ആക്കണമെന്നില്ല, ഇതിനെ നമുക്ക് വേറെ ബക്കറ്റൊക്കെ കണക്ട് ചെയ്യാം. നോക്കൂ, ഞാൻ വേറെ ബക്കറ്റ് നോക്കുക, ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കുറച്ചപ്പുറത്ത്. യെസ്, ഇതിന് വാൽവ് കൊടുത്തിട്ടുണ്ട്. വാൽവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ ഏത് ബക്കറ്റിലായിരിക്കും കൂടുതൽ വെള്ളം കളക്ട് ചെയ്യുക ഒരു പർട്ടിക്കുലർ. ഇപ്പോൾ 5 സെക്കൻഡിൽ ഏതിലാണ് കളക്ട് ചെയ്യുക? ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ലല്ലോ. ഇത് 1ൽ കൂടുതൽ വെള്ളം കളക്ട് ചെയ്യും, 2ൽ അത്ര ഉണ്ടാവില്ല. രണ്ടും ഒരേ വണ്ണുള്ള പൈപ്പാണെങ്കിൽ. കാരണം ഇവിടേക്ക് കുറച്ച് ദൂരം വന്നാൽ മതി, ഇവിടേക്ക് കൂടുതൽ ദൂരം വരണം. അപ്പോൾ ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ പ്രയാസം കൂടും അല്ലേ? അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്നതിൻ്റെ അളവ് കുറയും. അത് തന്നെയാണിത്. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ആർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ അത്ര വരില്ല. അതുപോലെ നമുക്ക് വണ്ണം കൂടിക്കഴിഞ്ഞാലോ?
അപ്പോൾ നീളമൊക്കെ സെയിം ആണ്, നീളം ഏകദേശം സെയിം. ഇവിടുന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരേ ലെങ്ത്തിലുള്ള രണ്ട് ഇതാണ് കൊടുത്തിട്ടുള്ളത്. ലെങ്ത്ത് സെയിം ആണ്, പക്ഷെ ഒന്നിന് വണ്ണം കൂടുതലാണ്. വണ്ണം കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ ഒരു ഇടുങ്ങിയ ഇടവഴിയുണ്ട്, നല്ല വിശാലമായ റോഡുണ്ട്. ആൾക്കാർ ഏതാ കൂടുതൽ പ്രിഫർ ചെയ്യുക? ആ വിശാലമായ വഴി. അതിലൂടെ കൂടുതൽ ആൾക്കാർക്ക് അതിൽ പോകാൻ പറ്റും. ഒരു സെക്കൻഡിൽ അവിടെ പാസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുതലായിരിക്കും. വണ്ണം കുറഞ്ഞാൽ കൂടെ അത്ര ആൾക്കാർക്ക് പോകാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ വണ്ണം കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും, പ്രയാസം കുറയും എന്നർത്ഥം. സിമ്പിൾ കാര്യമല്ലേ? ഒരു വലിയ എന്തോ ഒരു സാധനമൊന്നുമല്ല സംസാരിച്ച് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കത് അങ്ങനെ ബൈഹാർട്ടാക്കി തന്നെ പഠിക്കണം എന്നൊന്നുമില്ല. അത് കാര്യം എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാവുന്ന പോയിൻ്റാണ്. അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ്, ഇതും 10th നിങ്ങൾ പഠിച്ച തന്നെയാണ്, പുതിയ കാര്യമൊന്നുമില്ല. അപ്പോൾ R പ്രപ്പോർഷണൽ ടു L/A എന്ന് കൊടുക്കാം. R പ്രപ്പോർഷണൽ ടു L/A. റെഡി? ലെങ്ത് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഓർ R is equal to some constant into L/A. ആൻഡ് ദിസ് കോൺസ്റ്റൻറ്റ് നമ്മൾ ഗ്രീക്ക് ആൽഫബറ്റായ റോ, നമ്മൾ ഡെൻസിറ്റിക്കൊക്കെ മുമ്പ് കൊടുത്തിരുന്നു ആ സിമ്പിൾ, അത് റോ. പക്ഷേ ഇവിടെ ഇത് ഡെൻസിറ്റി അല്ല, ഇതിൻ്റെ മീനിങ് റോ ഈസ് കോൾഡ് റെസിസ്റ്റിവിറ്റി. ഓർ ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ്, അതാണ് റോ. ഓർ റോ ഈസ് ഈക്വൽ ടു RA ഡിവൈഡഡ് ബൈ L. അപ്പോൾ നമുക്ക് റോ ഈസ് ഈക്വൽ ടു RA ഡിവൈഡഡ് ബൈ L എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂട്ടിയാൽ റോ എന്താവോ? ഇല്ല. കാരണം ഇവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. L കൂട്ടിയാൽ റോക്ക് എന്താ സംഭവിക്കുക? നത്തിങ് ഹാപ്പൻസ്. ക്ലിയർ? അപ്പോൾ റോ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ജോമെട്രി. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. Rho is independent of geometry, independent of the size of the conductor. അതിനാണ് നമ്മൾ ജിയോമെട്രി എന്ന് വിളിച്ചത്. ജിയോമെട്രി പിന്നെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുക? ബട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ കണ്ടക്ടർ. നേച്ചർ ഓഫ് ദ കണ്ടക്ടർ കൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? നേച്ചർ ഓഫ് ദ കണ്ടക്ടർ കൊണ്ട് ഉദ്ദേശിച്ചത് നല്ലോണം ശ്രദ്ധിക്കണം. നേച്ചർ ഓഫ് ദ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അലൂമിനിയത്തിൻ്റെ നേച്ചറാണോ കോപ്പറിനുണ്ടാവുക? കോപ്പറിൻ്റെ നേച്ചറാണോ സിൽവറിനുണ്ടാവുക? അതാണോ ഗോൾഡിനുണ്ടാവുക? അല്ല, ഇവർക്കൊക്കെ നേച്ചർ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അലൂമിനിയത്തിൻ്റെ റെസിസ്റ്റിവിറ്റി അല്ല കോപ്പറിനുണ്ടാവുക, അതല്ല സിൽവറിനുണ്ടാവുക, അതല്ല ഗോൾഡിനുണ്ടാവുക. അതാണ് നേച്ചർ ഓഫ് ദ കണ്ടക്ടർ. ഈ നേച്ചർ ശരിക്കും എന്താണ് ഈ നേച്ചർ എന്നുള്ളത് നമുക്ക് ഇനി വരാനിരിക്കുന്നുണ്ട്. ഒരു ക്ലാസ് അല്ലെങ്കിൽ 2 ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ആ നേച്ചർ എന്താണെന്ന് മനസ്സിലാവും. അതുവരെയാണ് ഈ നേച്ചറിന് ഡ്യൂറേഷൻ ഉള്ളൂ. അപ്പോൾ റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ കണ്ടക്ടർ എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ പറയാം. പക്ഷെ ഒരാൾ ചോദിക്കണം ആ നേച്ചർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേച്ചർ കൃത്യമായിട്ട് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. 2 ക്ലാസ്സും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ആ നേച്ചറിലെത്തും. പിന്നീട് നമ്മൾ റെസിസ്റ്റിവിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നേച്ചർ ഓഫ് ദ കണ്ടക്ടർ എന്നുള്ള ഒരു ഒഴുക്കം മറുപടിക്ക് പകരം കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ആൻസർ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് റെസിസ്റ്റിവിറ്റിൻ്റെ ഒരു കാര്യം കൂടെ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്, എന്താ? റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താ? ഓം. ഏരിയൻ്റെ എന്താ? മീറ്റർ സ്ക്വയർ. ഡിവൈഡഡ് ബൈ ലെങ്ത്തിൻ്റെ എന്താ? മീറ്റർ. ഒരു മീറ്റർ ക്യാൻസൽ ചെയ്തു. അപ്പോൾ എന്താ യൂണിറ്റ്? ഓം മീറ്റർ ഈസ് ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി or specific resistance. Ohm meter is the unit. It is ohm meter. മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് പറയേണ്ടത്? ഒന്ന് നോക്കൂ, ഒരു കണ്ടക്ടറിൻ്റെ ലെങ്ത്ത് ഡബിളാക്കി. അപ്പോൾ പുതിയ റെസിസ്റ്റൻസ് എന്താണ്? അപ്പോൾ ലെങ്ത്ത് ഡബിളാക്കുക എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന കണ്ടക്ടർ. അതുപോലെയുള്ള ഒരു കണ്ടക്ടറിനെ വെച്ചിട്ട് അതിൻ്റെ അഡീഷണലി ഇവിടെ ഫിറ്റ് ചെയ്തു. ഇപ്പോൾ റെസിസ്റ്റൻസ് എന്താവും? സ്വാഭാവികമായിട്ടും ലെങ്ത്ത് ഡബിളായി. ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ ഇവിടെ മാറ്റില്ല. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് എന്താ സംഭവിക്കുക? റെസിസ്റ്റൻസ് ഡബിളാവും. L to L ആയി. ക്ലിയർ? എന്നാൽ ഇതേ സാധനം പിന്നെ ഇങ്ങനെ ഇവിടുന്ന് ഇതിനെ മാറ്റി വെച്ചിട്ട് ഇവിടെ കൊണ്ടുപോയിട്ടാണ് വെച്ച്. കണ്ടോ? അപ്പോൾ ആരാ ഡബിളായത്? ലെങ്ത്ത് അല്ല, ഏരിയയാണ് ഡബിളായത്. ഏരിയ ഡബിളായി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ്, അപ്പോൾ A എന്താവും? 2A ആയി. A 2A ആയി കഴിഞ്ഞാൽ R എന്താവുക? R/2 ആയിട്ട് ചുരുങ്ങും. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസുകൾക്ക് നിങ്ങൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? എന്നാൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ് ഞാൻ ഈ പോയിന്റോട് കൂടി അവസാനിപ്പിക്കാൻ പോകണം.
അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പിന്നെ ഇതൊരു വയറാണ്. അപ്പോൾ ആ വയറിൻ്റെ നീളം നമ്മൾ ഡബിൾ ആക്കാൻ തന്നെ പോണത്. പക്ഷേ ഡബിൾ ആക്കുന്നത് എങ്ങനെ അറിയും? ഇതുപോലുള്ളൊരു കണ്ടക്ടർ ഇതിൻ്റെ എൻഡിൽ അഡീഷണൽ ഫിറ്റ് ചെയ്തിട്ടില്ല, മറിച്ച് ഇതിൻ്റെ രണ്ട് എൻഡിലും പിടിച്ച് വലിച്ച് നീട്ടി ലെങ്ത് ഡബിൾ ആക്കുക, വലിച്ച് നീട്ടി സ്ട്രെച്ചിങ്. അപ്പോൾ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഇക്വേഷൻ പോരാ. കാരണം എന്താ, സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് നീളം ലെങ്ത് ഡബിൾ ആവുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറ്റം ആരിലും സംഭവിക്കുന്നുണ്ട്, ഏരിയയിലും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്കവിടെ പുതിയ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ പറയാൻ കഴിയില്ല. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെയാണ് അത് സംസാരിക്കുക, ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കും. മനസ്സിലായോ? വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്. ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ ഡെലിബറേറ്റ്ലി നിങ്ങളെ ഫീഡ്ബാക്കും കൂടെ കളക്ട് ചെയ്തിട്ടാണ് ഡ്യൂറേഷൻ കുറക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങളൊരു സംശയവുമില്ലാത്ത വിധം അത് പഠിച്ച് മുഴുവനാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്നായിട്ട് ഒരിക്കൽ കൂടി ഞങ്ങളോട് പറയുന്നു, ഇന്ന് നമ്മൾ ഡീൽ ചെയ്ത കാര്യപ്പെട്ട കാര്യങ്ങൾ എന്താ, 1, 2, 3 സാമ്പിൾ പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സംസാരിച്ചത് ഓംസ് ലോ ആണ്. ഓംസ് ലോ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഓംസ് ലോയിൽ V=IR എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. R എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളതും പഠിച്ചു. ഇത്ര കാര്യങ്ങൾ മാത്രമേ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. അതിൽ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം, ഈ സംസാരിച്ചത് മുഴുവൻ നിങ്ങൾ 10th പഠിച്ചതാണ്. പുതുതായിട്ട് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഓക്കെ, അപ്പോൾ ഉള്ളത് വളരെ വ്യക്തമായി പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. All the best. Thank you.